ഗൈസ്, നിങ്ങളോട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫിലെ ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് പിന്നെ ലീവ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീച്ചതൊന്നും പാടെ ഞാൻ പോയി ഫ്രഷ് ആയി. എന്നിട്ട് ഞാൻ പുതപ്പൊക്കെ മടക്കി വെച്ച്. പിന്നെ സ്കൂൾ ലീവുള്ളൊന്നും മാത്രം തന്നെ എന്നെക്കാൾ നേരത്തെ എണീക്കും. അതിനെക്കൊണ്ട് ഓന്റെ പുതപ്പ് ഞാൻ മടക്കി വെക്കേണ്ടി വരും. ഇതിപ്പോ പിന്നെ ഡെയിലി റൂട്ടീൻ അതിനെ കൊണ്ട് കുഴപ്പമില്ല. വലുതായി കഴിഞ്ഞാൽ ഇതൊക്കെ ഓനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ആ റൂമിലുള്ള കർട്ടൻ പൊന്നിച്ചിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ റെഡിയാക്കി രാവിലെ തന്നെ റൂം ഇങ്ങനെ വൃത്തിയായി കാണുമ്പോൾ ഒരു സമാധാനമാണ്. പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഈ ബുക്ക് എടുത്തിട്ട് വെറുതെ നോക്കിനും. അപ്പൊ രാത്രി ഞാൻ സൈഡിൽ വെച്ചതിനെ കൊണ്ട് രാവിലെ എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് കയറ്റി വെച്ച്. പിന്നെ ഇപ്പൊ സ്പെക്സ് ഇട്ട് തയ്ക്കാതിനെ കൊണ്ട് ഇത് പെട്ടിയില്ലെങ്കിൽ എന്തോ മാതിരിയാണ്. റൂമിന്റെ ഈ ഒരു സൈഡ് കാണാൻ നല്ല രസമുണ്ടെങ്കിലും മറ്റേ സൈഡ് മൊത്തം അലങ്കോലായി എടുക്കണുണ്ട്. വൃത്തിയൊക്കെ നിന്നപ്പോഴത്തേ എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഫസ്റ്റ് പോയി തിന്നാന്ന് വിചാരിച്ച്. ഇന്ന് പിന്നെ ഞാൻ എണീച്ചത് ലേറ്റ് ആയതിനെ കൊണ്ട് ഫുഡൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു. ഇന്ന് പൂരിയും സ്റ്റൂ ആയിരുന്നു. പിന്നെ വായിക്കാതെ എന്ത് പരിപാടി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബുക്ക് എടുക്കാൻ പോയി. ഈ ബുക്ക് എനിക്ക് ഞാൻ ഇന്നലെ വായിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അതിനെക്കൊണ്ട് ഇന്ന് തന്നെ തീരാൻ മതി. പിന്നെ ഈ വായിച്ച് തിന്നുന്ന ടൈമിൽ ഞാൻ ഫോൺ കാണാൻ തിന്നുന്നതിനേക്കാളും ഭയങ്കര സ്ലോ ആയിട്ടാണ് തിന്നല്. അതിനെ കൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ തന്നെ ഉണ്ടത് പോവും. ഭക്ഷണം തിന്നു കഴിഞ്ഞാല് ഞാൻ 10 മിനിറ്റ് ആ ബുക്ക് അവിടെ വായിച്ചും കൊണ്ട് തന്നെ നിൽക്കും. ഇനി ഞാൻ അവിടെ കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ചീത്ത കാണാൻ ചാൻസ് ഉണ്ട്. അതിനെക്കൊണ്ട് ഞാൻ വേഗം പോയിട്ട് പാത്രം അടുക്കള കൊണ്ടുവച്ച്. എന്നിട്ട് ഞാൻ പിന്നെയും വന്നിട്ട് എന്റെ വായന തുടങ്ങി. ഇതിന്റെ സുധാമൂർത്തിന്റെ 15ാമത്തെ ബുക്കാണ്. എന്നെക്കൊണ്ട് ഇത് വായിച്ചു തീർക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് മാത്രല്ല, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് തോന്നെ ബുക്സ് ഇനി വായിക്കാനും ഉണ്ട്. പിന്നെ ഞാൻ പല പൊസിഷനിൽ കിടന്നിട്ടാണ് വായിക്കണത്. ചിലപ്പോ കിടക്കും, ചിലപ്പോ ഇരിക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് ഈ കഥകളൊക്കെ വായിക്കുമ്പോൾ ഈ കുറെ കോൺവെർസേഷണൽ ഭാഗങ്ങളാണ് ഇഷ്ടം. അല്ലെങ്കിൽ എനിക്ക് ബോറടിച്ച് ഞാൻ അതവിടെ വെച്ച് പോകും. ഇത് പിന്നെ ഞാൻ അതിനെ കൊണ്ടല്ല വെച്ച് പോയത്. ഇത് കഴിഞ്ഞിട്ട് ഇനിയും കുറെ പരിപാടികൾ. ഫസ്റ്റ് തന്നെ ഞാൻ പോയിട്ട് എന്റെ ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്ത് 2 ദിവസമായി ചെയ്തിട്ട്. പിന്നെ ഇപ്രാവശ്യം ഞാൻ മൊത്തം ബ്രഷ് പെൻസിൽ യൂസ് ചെയ്തതിനെ കൊണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളേഴ്സ് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ബുള്ളറ്റ് ജേർണലിംഗ് ഞാൻ ചില ദിവസം ചെയ്യാൻ വിട്ടുപോകലുണ്ട്. അതിനെക്കൊണ്ടാണ് ചില ദിവസത്തെ വീഡിയോ ഒന്നും കാണാത്തത്. ഇത് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അമ്മ പറയണത് സ്കൂളിലേക്ക് നോട്ട്സ് ചെയ്താണ്ട്. അതിനെക്കൊണ്ട് ഞാൻ അതൊക്കെ കൂട്ടിച്ചിട്ട് സ്കെച്ച് ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട്. പിന്നെ എക്സാമിലേക്ക് പഠിക്കാൻ അതൊന്നും കുറെ ഉണ്ടായിരുന്നു. അതിനെക്കൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ച്. ഞാൻ ടൈക്കറ്റ് സ്മാർട്ടിൽ ഈ ഒരു സ്റ്റിക്കി നോട്ട് വാങ്ങിയപ്പോൾ വിചാരിച്ചത് അത് ബാക്കിൽ ഒട്ടുന്നതിനും. പക്ഷെ അതങ്ങനെ ഒട്ടൂല. പക്ഷെ അതിപ്പോ എനിക്കൊരു ഉപകാരമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എനിക്ക് എന്തായാലും ഞാൻ പോയി സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പോണില്ല. അതിനെക്കൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്ക് അവിടെ വെക്കും. ഇതന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എനിക്ക് എത്രയും പണിയുണ്ട് എന്നുള്ളത്. പിന്നെ ഇതിങ്ങനെ കയറിയെടുക്കുമ്പോൾ നല്ല സുഖമാണ്. അതെടുത്തിട്ട് ഞാൻ നേരെ എന്റെ പെറ്റ് ബോർഡുമ്പോൾ ഒട്ടിച്ച്. ഇതൊക്കെ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസങ്ങളായി. ഒന്ന് പുറത്തിറങ്ങി ആകാശത്ത് നോക്കിയപ്പോഴാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മഴ പൊടിയാൻ തുടങ്ങിയിരിക്കണേ. പിന്നെ ഞാൻ നേരെ പോയിട്ട് പഠിക്കാൻ വിചാരിച്ച്. എന്നിട്ട് എന്റെ ബാഗൊക്കെ എടുത്തിട്ട് ബുക്കൊക്കെ പുറത്തേക്ക് വെച്ച്. പിന്നെ ഞമ്മക്കിപ്പോ ഇവിടെ റെഡ് അലേർട്ട് എന്നെ കൊണ്ട് 2 ദിവസം ലീവാണ്. അതിനെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോട്ട്സ് ഒക്കെ മിസ് വാട്സപ്പിൽ അയച്ചു നിൽക്കാണ്. ഇതാണെങ്കിൽ കുറച്ചൊന്നുമില്ല, കുറച്ച് അധികം തന്നെ ഉണ്ട്. പിന്നെ എന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ എന്റെ റൂമിൽ തന്നെ എഴുതാ വിചാരിച്ചു. എഴുതാൻ തുടങ്ങി കുറച്ചേരപ്പത്തേക്ക് എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പൊ അടുക്കള പോയിട്ട് എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ ചക്ക പൊരിച്ചത് കണ്ടത്. അപ്പൊ തന്നെ ഞാൻ ഒരു പാത്രം എടുത്തിട്ട് എനിക്ക് വേണ്ടിയൊക്കെ എടുത്ത്. പിന്നെ അവിടെ വിശാലമായിട്ടുള്ളൊരു ടേബിൾ ഉണ്ടാകുമ്പോൾ ഞാൻ എന്തിനാ അവിടെ വെച്ചിട്ട് എഴുതണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് ചാടി. പിന്നെ ഞാനിവിടെ ബുക്ക് ഡിസ്പ്ലേക്ക് വെച്ചാന്ന് വിചാരിക്കാണ്ട് ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിക്കാൻ വെച്ചത്. പക്ഷെ ഇതുവരെ വായിക്കാൻ തുടങ്ങിയിട്ടില്ല. അടുത്ത ചൊവ്വാഴ്ച തിരിച്ചു കൊടുക്കണം. അതിനെക്കൊണ്ടാണ് മറന്നു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടേബിളിൽ തന്നെ വെച്ചു. നിങ്ങളോട് സംസാരിച്ച് ഞാൻ അത് എഴുതി കഴിഞ്ഞു. എന്നിട്ട് എന്റെ സാധനങ്ങളൊക്കെ എന്റെ പൗച്ചിൽ തന്നെ എടുത്ത് വെച്ചു. കാരണം അത് കുറെ നേരം അവിടെ വെച്ച് എന്റെ അനിയെ എടുത്തുകൊണ്ടുള്ള ചാൻസ്. എന്റേത് എന്ത് കണ്ടാലും ഓനിക്ക് എടുത്തിട്ട് ഞാൻ ചൂടാക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. എന്നിട്ട് ഞാൻ കുളിക്കാതെ എന്റെ ബുക്ക് എടുത്തിട്ട് വായിക്കുന്നു. പിന്നെ ഈ ബുക്ക് വായിക്കുന്ന ടൈമിൽ എന്നോട് ആരെന്ത് പറഞ്ഞാലും ഞാനൊന്നും അറിയില്ല. കാരണം നമ്മള് വായിക്കുന്ന ടൈമിൽ നമ്മള് വേറെ തന്നെ ഒരു ലോകത്തേക്ക് എത്തും. ഏകദേശം നമ്മള് സ്വപ്നം കാണക്കമായി. പിന്നെ ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ള സുധാമൂർത്തിന്റെ എല്ലാ ബുക്സിലും വെച്ചിട്ട് കുറച്ചും കൂടി ഡിഫറെന്റ് ആണ് ഈ ഒരു. പിന്നെ വായിക്കണേന്റെ അടുക്ക് വന്നിട്ട് ഞാൻ ഒന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോഴാണ് മഞ്ചാടി കണ്ടത്. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറന്നു നോക്കൽ എന്റെ ഒരു ഹോബിയാണ്. ഇത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ആയിരുന്നു. അപ്പൊ ഞാൻ വേഗം തിന്നാൻ തുടങ്ങി. ഇന്ന് പിന്നെ എന്റെ കസിന് വീട്ടിലേക്ക് നിൽക്കാൻ വന്നതിനും. അപ്പൊ ഞാൻ ഓളോട് കുറെ നേരം സംസാരിച്ചു തരും. ഓളോട് സംസാരിച്ച് ടൈം പോയത് തന്നെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അമ്മനോട് ചീത്തട്ടിട്ട് ഞാൻ നേരെ പോയി കുളിക്കാൻ കയറി. കുളിച്ച് വന്നപ്പോ തന്നെ ഒരു അരമണിക്കൂർ ആയിക്കണേ. പിന്നെ നല്ല വിശപ്പുള്ളതിനെ കൊണ്ട് ഞാൻ വേഗം തന്നെ മുടിയൊക്കെ തുടച്ച്. എന്നിട്ട് ഞാൻ നേരെ പോയിട്ട് അടുക്കളയിൽ നിന്ന് ഫുഡ് എടുത്ത്. ഇന്ന് പിന്നെ ഞാൻ ഫസ്റ്റ് ബുക്ക് വായിക്കേണ്ടെന്ന് എന്നെ വിചാരിച്ചതിനത്. പിന്നെ എനിക്ക് അങ്ങോട്ട് ഇറങ്ങണില്ല. എന്നെ കൊണ്ട് ഞാൻ പിന്നെയും ആ ബുക്ക് എടുത്ത് വന്നു. പിന്നെ ഞാൻ കുറെ നേരം ആ ബുക്ക് നോക്കിയിട്ട് അവിടെ വായിച്ചു കുത്തിയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി നിസ്കരിച്ച്. പിന്നെ ഞാൻ എന്റെ റുട്ടീന്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അതിൽ നോ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞു. സംഭവം അത് തെറ്റിദ്ധരിച്ചതാണ്. കാരണം ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ വെറുതെ ഷോർട്സ് കാണാനും പിൻട്രസ്റ്റ് നോക്കാനൊന്നും ഫോൺ അങ്ങനെ എടുക്കലില്ല. ഞാൻ അത് ക്ലാസ് കാണാൻ മാത്രമാണ് ഫോൺ എടുക്കൽ.
അല്ലെങ്കിൽ ഇതേമാതിരി വീഡിയോന്റെ വോയിസ് കൊടുക്കാണ്ടാവും മാത്രം. TV കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മ മക്രോണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ബുക്ക് അപ്പൊ തന്നെ കഴിഞ്ഞതിനെ കൊണ്ട് ഞാൻ സൈലന്റ് പേഷ്യന്റ് വായിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് കുറെ നേരം വീട്ടിലിരുന്നിട്ട് ബോറടിച്ചപ്പോ ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങി. പിന്നെ ഉച്ചക്ക് പെയ്ത മഴന്റെ വെള്ളപ്പോളം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ മഴ ചെയ്യാൻ തുടങ്ങി. എന്നെക്കൊണ്ട് ഞാൻ വേഗം തന്നെ കയറി. ഈ ആകാശം കാണുന്ന സംഭവം നല്ല രസമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് ഒരു ഓൺലൈൻ ക്ലാസ് കേൾക്കാണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കേട്ട് എന്നിട്ട് ഞാൻ ആ ടൈമിൽ തന്നെ കുറെ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി. ഇപ്പൊ എനിക്ക് എക്സാം അതിനെ കൊണ്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഓരോ സാധനങ്ങളും 3D എഫക്ട് വെച്ചിട്ട് നമുക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പം അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവല്ലോ. അപ്പൊ നിങ്ങൾ ചോദിച്ചതിന്റെ ഡേ ഇൻ മൈ ലൈഫിന്റെ വീഡിയോ ഇവിടെ കൈയാണ്. അപ്പൊ ഇനി അടുത്തത് എന്ത് വീഡിയോ വേണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. സോ ബൈ.